ക്രീസിലെ പെൺകരുത്ത്, ഒരു വയനാടൻ പോരാട്ടത്തിന്റെ വിജയകഥ. കേരള ക്രിക്കറ്റിലെ അഭിമാന താരം നിത്യ ലൂർദുമായുള്ള അഭിമുഖം. നിർവഹണം പ്രജിഷ രാജേഷ്. ഒരു രൂപ 1.5 രൂപ വരിയിട്ടൊരു സ്റ്റെമ്പർ വാങ്ങി. ഒരു രൂപ 1.5 രൂപ വരിയിട്ടൊരു സ്റ്റെമ്പർ വാങ്ങി. 3 കമ്പത് മണ്ണിലിറക്കി ഒരു മട്ടൽ തപ്പിയെടുത്ത് പിടിവെട്ടിച്ചെത്തി മിനുക്കി MRF എന്നതിലെഴുതി. മഴയെത്തും വെയിലെത്തും ഹരമൊട്ടും ചോരാതെ വയലെല്ലാം വാങ്കടയാക്കി റോഡീഡൻ ഗാർഡനുമാക്കി. വയലെല്ലാം വാങ്കടയാക്കി റോഡീഡൻ ഗാർഡനുമാക്കി. മതിമറന്നൊരു കുട്ടിക്കാലം, മാഞ്ഞുപോയൊരു ക്രിക്കറ്റ് കാലം. വയനാടൻ മലനിരയിൽ നിന്നും പൂനെയിലേക്ക് പറന്നിറങ്ങിയ നിത്യ ലൂർദിന്റെ ബാറ്റിൽ നിന്നും റണ്ണൊഴുകി കേരളം വിജയതീരമണിഞ്ഞപ്പോൾ 100 കണക്കിന് കിലോമീറ്റർ ഇപ്പുറത്ത് മാനന്തവാടിയിലെ വട്ടക്കുനി ഇളേക്കാവിൽ വീട്ടിൽ ആവേശത്തിരയിളക്കമായിരുന്നു. ഇതൊരു വയനാടൻ പോരാട്ടത്തിന്റെ വിജയകഥയാണ്. പിതാവ് കൂലിപ്പണി ചെയ്ത് ലഭിക്കുന്ന ചെറിയ വരുമാനത്തിൽ നിന്നും പരിശീലനത്തിനായി പണം കണ്ടെത്തി വിജയക്കുതിപ്പ് നടത്തിയ നിത്യ ലൂർദ് എന്ന ഈ വയനാടൻ പെൺകരുത്ത് കേരളത്തിന് മാതൃകയാണ്. അണ്ടർ 23 വനിതാ ഏകദിനത്തിൽ ഒഡീഷയ്ക്കെതിരെ ബാറ്റിംഗ് തകർച്ച നേരിട്ട കേരളത്തിനു വേണ്ടി പോരാട്ടം നടത്തിയ ഓൾറൗണ്ടറാണ് വയനാട് മാനന്തവാടി സ്വദേശിനിയായ നിത്യ ലൂർദ്. വട്ടക്കുനി ഇളേക്കാവിൽ ജോൺസൺ മേരി ദമ്പതികളുടെ 3 മക്കളിൽ 3ാമത്തെ ആളാണ് നിത്യ. നമ്മുടെയൊക്കെ അഭിമാന താരമായി മാറിയ നിത്യയുടെ ജീവിതം ഒരു കായിക വിജയകഥ മാത്രമല്ല, കഠിനാധ്വാനത്തിന്റെയും കുടുംബത്തിന്റെ കരുതലിന്റെയും കൂടി കഥയാണ്. നിത്യയുടെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം ഇന്നീ പരിപാടിയിലൂടെ. നമസ്കാരം. ഏറെ സ്നേഹത്തോടെ നിത്യ ലൂർദിനെ റേഡിയോ മാറ്റുലിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വട്ടക്കുനിയിലെ വീട്ടിൽ നിന്നും ക്രിക്കറ്റിന്റെ വലിയ ഉയരങ്ങൾ കീഴടക്കി വയനാട്ടിലെത്തിയിരിക്കുകയാണ്. എന്താണ് ഈ ഒരു വിജയത്തെക്കുറിച്ച് ആദ്യം നിത്യക്ക് പറയാനുള്ളത് എന്ന് പറയാമോ? ഫസ്റ്റിൽ തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണിത്. പിന്നെ ഒരു ആഗ്രഹിച്ചൊരു ഇതാണ് ഒരു മാച്ചിന് ഒരു മാച്ചിന് ജയിപ്പിക്കുക പറഞ്ഞൊരു ഭയങ്കര ഡ്രീമിംഗ് ആയിരുന്നു. പിന്നെ പാരന്റ്സിന്റെ പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം കൊണ്ട് നല്ലൊരു ഇത് ജയിപ്പിക്കാൻ പറ്റിയ ടീമിന്. ഇപ്പോ ഒഡീഷയ്ക്കെതിരായ ആ മത്സരത്തിലെ വിജയത്തിന് ശേഷം വീണ്ടും ഒരു വിജയം തേടിയെത്തിയിരിക്കുകയാണല്ലോ, അതേക്കുറിച്ചൊന്ന് പറയാമോ? അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി മാച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഓൾ ഇന്ത്യ. അപ്പം അത് ക്യാമ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങള് ക്വാർട്ടർ കഴിഞ്ഞു, പിന്നെ സെമി ക്വാർട്ടർ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് നോക്കൌട്ട് ആയിരുന്നു. അതിൽ ഞങ്ങള് കണ്ടിന്യൂസ് ആയിട്ട് മാച്ച് എല്ലാം ജയിച്ചു. ഇന്നലെ ലാസ്റ്റ് ചാമ്പ്യൻസ് ആയി. ഓൾ ഇന്ത്യയിലെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി അങ്ങനെ ആയി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. നമ്മള് 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ ചാമ്പ്യൻസ് ആവുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അതെ. ആ ഒരു വിജയത്തിലും നിത്യയുടെ പങ്ക് വളരെ നിർണായകമായിരുന്നോ? ഓ അതെ. എല്ലാ മാച്ചിനും കളിക്കാൻ പറ്റി. ടീമിന് വേണ്ടി ബോളിംഗ് ആണെങ്കിലും ഫീൽഡിംഗ്, ബാറ്റിംഗ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. ഓക്കെ. എന്ത് ചെയ്യാണ് നിത്യ ഇപ്പോ? ഞാന് ഡിഗ്രി ഞാൻ വേറെ അഡ്മിഷൻ എടുത്താ. ഡിഗ്രി കഴിഞ്ഞു, കളിക്കാൻ വേണ്ടി വേറെ അഡ്മിഷൻ എടുത്തു. പിന്നെ പ്രൊഫഷണൽ ക്രിക്കറ്ററായിട്ട് ഇങ്ങനെ പോവാ. എവിടെയായിരുന്നു പഠിച്ചതൊക്കെ എന്നൊന്ന് പറയാമോ? ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇവിടെ തൃശ്ശൂർ സ്കൂളിലായിരുന്നു. ഇവിടെ 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ ഇവിടെയായിരുന്നു, തൃശ്ശൂർ സ്കൂളില്. പിന്നെ 8, 9 ഒക്കെ 8ാം ക്ലാസ്സിൽ ഞാൻ ഇവിടെയായിരുന്നു, വയനാട് സർവജന സ്കൂളിലായിരുന്നു. അക്കാഡമിയിലേക്ക് പോയ ആ ഒരു ടൈം. പിന്നെ 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും കോട്ടയത്തായിരുന്നു. അവിടെ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ അക്കാഡമിയില് അവിടെ നിന്നു പഠിച്ചു. പിന്നെ +1 +2 ഇവിടെ വന്നു, മീനങ്ങാടിക്ക് വന്നു. അതും സെയിം തന്നെ അക്കാഡമിയിലേക്കായിരുന്നു. അങ്ങനെ പിന്നെ ഡിഗ്രിയും അവിടെ തന്നെയായിരുന്നു ചെയ്തത്. ഈ ക്രിക്കറ്റ് എന്നൊരു ഇഷ്ടത്തിലേക്ക് നിത്യ എത്തിയത് എങ്ങനെയാണ് എന്നൊന്ന് പറയാമോ? ആദ്യം മുതലേ ഇഷ്ടമായിരുന്നോ ഈ ഒരു കളിയോട്? ഇഷ്ടായിരുന്നു. പപ്പയും ചേട്ടന്മാരെല്ലാരും കളിക്കും, നമ്മൾ IPL ഒക്കെ കാണും.
അപ്പോൾ അങ്ങനെ അറിയുന്ന ഒരു കാര്യമായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ സ്കൂളിൽ PT പീരീഡ് നോർമൽ ക്ലാസ് ടൈമിൽ സാർ ഇങ്ങനെ വന്ന് പറഞ്ഞു, ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് പീരീഡ് വരാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും എന്റെ ഫ്രണ്ട്സും കൂടി അങ്ങനെ പോയി അറ്റൻഡ് ചെയ്തു. അപ്പം ബാറ്റും ബോളും തന്നു. പിന്നെ ഞങ്ങളങ്ങ് ബാറ്റ് അറിയുന്ന പോലെ അങ്ങ് കളിച്ചു, അങ്ങനെ സെലക്ട് ചെയ്തു. പിന്നെ സമ്മർ ക്യാമ്പും ഓരോ വൈകുന്നേരം ക്യാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നു. പിന്നെ വെക്കേഷൻ ടൈമിലാണെങ്കിൽ ഈ സമ്മർ ക്യാമ്പ് വെച്ചു, പിന്നെ അക്കാഡമിക് സെലക്ഷൻ ഒക്കെ വെച്ചപ്പോ അതിനകത്തേക്ക് അങ്ങനെ സെലക്ട് ആക്കി. അന്ന് ക്ലാസ്സിൽ നിന്നൊക്കെ ഒഴിവായി പുറത്ത് കളിക്കാൻ എന്നൊക്കെ രീതിയിൽ തുടങ്ങിയതാണെങ്കിലും ഇന്ന് കേരളത്തിന് വേണ്ടിയിട്ടുള്ള മുൻനിര താരം എന്ന നിലയിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഭയങ്കര സന്തോഷം. ഭയങ്കര എന്താ പറയാ, ഒരു വല്ലാത്തൊരു ചേഞ്ചിങ് ആയിരുന്നു തോന്നുന്നു, ലൈഫ് ചേഞ്ചിങ് അങ്ങനെയൊക്കെ. അന്ന് ചിന്തിച്ചിരുന്നോ ഈ ക്രിക്കറ്റിനോട് താല്പര്യം കൂടിക്കൂടി വന്നിരുന്നോ അന്ന് 6ാം ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങിയപ്പോ തന്നെ? ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അങ്ങനെ അറിയത്തില്ല, ഇതിനെപ്പറ്റി കറക്റ്റ് ഒന്നും അറിയില്ല, ഇങ്ങനെയൊക്കെയാണ് എന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ 9ാം ക്ലാസ് 10ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴാണ് ഈ നമുക്ക് സോൺ മാച്ചും സ്റ്റേറ്റ് ക്യാമ്പിലൊക്കെ സെലക്ഷൻ കിട്ടി കഴിഞ്ഞപ്പോഴൊക്കെയാണ് നമുക്ക് ഇതിനെ പറ്റി കുറച്ചും കൂടിയും അറിവ് വരുന്നത്. ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഓരോ ലെവലുണ്ട്, അപ്പൊ അങ്ങനെയൊക്കെ അറിയുന്ന ആ ടൈമിലായിരുന്നു. പിന്നെ അതിങ്ങനെ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയി. ഇപ്പോ ഒഡീഷയ്ക്കെതിരായിട്ടുള്ള ആ മത്സരത്തില് പൂനെയിൽ വെച്ചായിരുന്നു അല്ലേ നടന്നത്? അതെ. അപ്പൊ ഒരു ഓൾറൗണ്ടർ എന്ന നിലയിൽ 73 റൺസ് അന്ന് നിത്യ എടുത്തിട്ട് പുറത്താകാതെ നിന്ന ടീമിനെ വിജയത്തിൽ എത്തിച്ചത്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാമോ? ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, ടെൻഷൻ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിലെന്റെ ഞങ്ങൾക്ക് 5 കളിയായിരുന്നു, അതില് 4 കളി ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തോറ്റു. അപ്പം ആ കളി ഫുള്ള് ഞാൻ പുറത്തായിരുന്നു, കളിക്കാൻ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പുറത്തിരിക്കുമ്പോ കണ്ടിന്യൂസ് ആയിട്ട് തോക്കുവാണല്ലോ, അപ്പൊ നമുക്ക് ഓൾറെഡി ഉണ്ടാവും ഒരു മാച്ച് ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ടീമിനൊന്ന് ജയിപ്പിക്കണം, ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ലാസ്റ്റ് മാച്ചിൽ തന്നെ ഇറക്കി ചാൻസ് വന്നു. അപ്പം ബാറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളന്ന് 257 അങ്ങനെ 200 അത്രയാണ് ചേസ് ചെയ്തത്. അപ്പം ഫ്രീ ആയിട്ട് തന്നെ ആയിരുന്നു കളിച്ച്, ടെൻഷൻ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ടീമിനെ ജയിപ്പിക്കണം, ഒരു കളിയെങ്കിലും ഞങ്ങൾക്ക് ജയിക്കണം, ആ ഒരു വാശി ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവം കൊണ്ട് ജയിപ്പിക്കാൻ പറ്റി. അപ്പോ ആ ഒരു സമയത്തെ നിത്യ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്രിക്കറ്റിനെ സീരിയസ് ആയി കണ്ടു തുടങ്ങിയ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഗെയിമിലേക്ക് മകൾ ഇറങ്ങുന്നതിനെ കുറിച്ച് വീട്ടുകാരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അവർക്കും ഇതേക്കുറിച്ച് നല്ല രീതിയിൽ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ട് എന്നുള്ളത് അറിയുമായിരുന്നോ? എങ്ങനെയായിരുന്നു അന്ന് വീട്ടുകാരുടെ പ്രതികരണം? കുറച്ചുകൂടെ പഠനത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി അവർ പറഞ്ഞിരുന്നോ? ഇല്ല, പപ്പയ്ക്കും അമ്മയ്ക്കും ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പയും ചേട്ടനൊക്കെ ആണെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, എന്താ ഇവിടെയൊക്കെ കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഭയങ്കര സപ്പോർട്ട് തന്നെയായിരുന്നു ആ സമയത്തും. പിന്നെ നമ്മളെ ആ സമയത്ത് ഫിനാൻഷ്യലി ഭയങ്കര താഴെയായിരുന്നു, അങ്ങനെ വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം പപ്പയ്ക്ക് പറ്റുന്ന പോലെയൊക്കെ എന്നെ സഹായിച്ച് ഷൂ കാര്യങ്ങൾ വാങ്ങിത്തന്ന്, ഡ്രസ്സ് അങ്ങനെയൊക്കെ വാങ്ങിച്ചതെന്ന് എന്താ പറയാ, പപ്പയും അമ്മയും എല്ലാവരും തന്നെയാണ് ഇവിടം വരെ. ആ സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന പരിമിതികളെ ഒന്നും ക്രിക്കറ്റിൽ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി അവർ ശ്രദ്ധിച്ചിരുന്നു അല്ലേ? അതെ അങ്ങനെ. പിന്നെ വാർത്തകളിലൊക്കെ ആയിട്ട് കേട്ടു നിത്യയുടെ പേര് നിത്യ ലൂർദ് എന്ന് വന്നതിന് പിന്നിലെ ഒരു കഥയെക്കുറിച്ച്, അതുകൂടി ഒന്ന് പറയാമോ? അത് എനിക്ക് പപ്പയൊക്കെ പറഞ്ഞു കേട്ട അറിവാണ്. അതെനിക്ക് എന്താ ജോമോൾ ഞങ്ങളുടെയാണ് നിന്നേ. ചേട്ടന്റെ പേര് ജോമോൻ, ചേച്ചിന്റെ പേര് നീതുന്ന്. അപ്പം പപ്പയും ഇവര് പള്ളിയിൽ പോയപ്പം മാമൻ അങ്ങനെ പറഞ്ഞു, അങ്ങനെ ജോമോള് വേണ്ട, ചേച്ചീന്റെ പേര് നീതു ആയതുകൊണ്ട് നിത്യ ഇട്ടാ മതി, പിള്ളേർ ഒരുപോലെ ഇരിക്കട്ടെ അങ്ങനെ പറഞ്ഞു. അപ്പാണ് പള്ളിയിൽ അച്ഛനാണ് പറഞ്ഞത്, എന്നാ പിന്നെ മാതാവിന്റെ പേര് ലൂർദ് അങ്ങനെ ഇടാം അങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് നിത്യ ലൂർദ് എന്ന് വന്നേ. പേരിപ്പോ ഇഷ്ടാണോ നിത്യക്ക്? ഇഷ്ട. പിന്നെ 6ാം ക്ലാസ്സിലാണ് ഈ ക്രിക്കറ്റിനെ സീരിയസ് ആയി കണ്ടു തുടങ്ങി ഈ ഒരു കളിയിലേക്ക് എത്തിയത്. അപ്പൊ അന്ന് മുതൽ ഇങ്ങോട്ടുള്ള പരിശീലകരെ കുറിച്ച്, പരിശീലനത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്റെ സ്കൂളിലെ സാർ നവാസ് സാറായിരുന്നു. സാറും പിന്നെ ഷാനവാസ് സാറും ആയിരുന്നു എന്നെ ഇതിനകത്തേക്ക് സെലക്ട് ചെയ്തത്. സെലക്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ സമ്മർ ക്യാമ്പിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ചേച്ചിമാരൊക്കെ ഓൾറെഡി അക്കാഡമി ഉണ്ടായ ചേച്ചിമാരൊക്കെ വരുമായിരുന്നു. അവർ ഇതുപോലെ ഞങ്ങൾ പഠിപ്പിക്കാനും
അവര് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആയിട്ട് വരുമായിരുന്നു. ആ സമയത്ത് ഇവർ അക്കാഡമി ജേഴ്സി ഒക്കെ ഇട്ട് വരുമ്പോൾ കിറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കും ഇതുപോലെ കിറ്റും ഡ്രസ്സും വേണം, അക്കാഡമിന്റെ ഒരു ഡ്രസ്സ് വേണം, അങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 7ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കും അക്കാഡമി സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു 8ാം ക്ലാസ്സിലേക്ക്. അങ്ങനെ ആ സമയത്ത് ഞാൻ വീട്ടുകാരെ വിട്ട് അങ്ങനെ നിൽക്കാത്ത ഒരാളായിരുന്നു, പിരിഞ്ഞു നിൽക്കാത്ത ആളായിരുന്നു. പക്ഷെ എങ്ങനെയാണെന്നറിയില്ല, എവിടുന്ന ധൈര്യം വന്നൊന്നും അറിയില്ല, 8ാം ക്ലാസ്സിലേക്ക് സെലക്ഷൻ കിട്ടി. ഞങ്ങൾക്ക് ഇവിടെ വയനാട് തന്നെയായിരുന്നു അക്കാഡമി. അപ്പൊ അവിടേക്ക് പോണം. പിന്നെ നമുക്കിപ്പോ പെട്ടെന്ന് എങ്ങനെ വരാനൊന്നും പറ്റത്തില്ല, വീട്ടുകാരെ കാണണം എന്ന് പറഞ്ഞാലൊന്നും വരാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ആ സമയത്ത് ഒന്നും എന്താ പറയാ, ഇവരെ പിരിഞ്ഞ് നിക്കണല്ലോ എന്നൊന്നും ആലോചിച്ചില്ല. അങ്ങനെ പോയി. അവിടെ പിന്നെ പോയപ്പോഴത്തേക്കും കുറെ പേരുണ്ടായിരുന്നു, 30 പേരെന്തോളം ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെറിയ പേര് തൊട്ട് വലിയ ചേച്ചിമാര് വരെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് അക്കാഡമി കോച്ചായ ദീപ്തി മിസ്സും ജസ്റ്റിൻ സാറ് ഒക്കെ ആയിരുന്നു അവിടുത്തെ ഫസ്റ്റ് കോച്ച്. പിന്നെ അക്കാഡമി സെലക്ഷൻ ഞങ്ങളെ സെലക്ട് ചെയ്തത് ടിനി യോഹന്നൻ സാറായിരുന്നു. സാറിന്റെ ഇതിലായിരുന്നു സെലക്ട് ആയത് അക്കാഡമിയിലേക്ക്. പിന്നെ ഫുൾ അവിടെ ഒരു വർഷം ഞങ്ങള് മിസ്സിന്റെ കീഴിൽ തന്നെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തു. പ്രാക്ടീസ് ഒക്കെ അവിടെ സ്റ്റേഡിയത്തിൽ തന്നെയായിരുന്നു. എല്ലാ സൗകര്യങ്ങളും വയനാട് അസോസിയേഷനും കേരള ക്രിക്കറ്റ് അസോസിയേഷനും ഒക്കെ ചെയ്തു തന്നു. നമുക്ക് വേറെ ഇങ്ങനെ ഒന്നും നോക്കണ്ടായിരുന്നു. അവിടുന്ന് പ്രാക്ടീസിന്റെ സ്റ്റേ ആണെങ്കിലും ഫുഡ് എല്ലാം അവര് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമ്മൾ സ്കൂളിലെ കാര്യങ്ങൾ മാത്രം നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി. സ്കൂളിലേക്ക് നമ്മൾക്ക് ട്രാവലർ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്നെ പോലത്തെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന കുട്ടികൾക്ക് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആണ് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ അക്കാഡമിയൊക്കെ. പിന്നെ 9ാം ക്ലാസ്സിലേക്ക് ആയപ്പോഴത്തേക്കും കോട്ടയം പോയി. കോട്ടയത്തായിരുന്നു ജിനി മിസ് ഉണ്ടായിരുന്നെ. ജിനി മിസ്, പിന്നെ അരുൺ സാർ, ജിതിൻ സാറൊക്കെ ആയിരുന്നു അവിടുത്തെ കോച്ചസ്. അക്കാഡമി കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കീഴിലെ വേറൊരു അക്കാഡമിയാണ് കോട്ടയം അക്കാഡമി. അങ്ങനെ അവിടെ നിന്ന് 2 വർഷത്തോളം ഉണ്ടായിരുന്നു. അവിടെ സെന്റ് എഫ്രൈം സ്കൂളിലായിരുന്നു പഠിച്ചത്. അവിടെ നിന്നായിരുന്നു ഞാൻ ഫസ്റ്റ് ആയിട്ട് 10ാം ക്ലാസ്സിൽ അണ്ടർ 16 സ്റ്റേറ്റ് കളിക്കുന്നത്. തൊടുപുഴ വെച്ചിട്ടായിരുന്നു സ്റ്റേറ്റ് മാച്ച് ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഇയറിൽ +1 +2 ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഇവിടെ വയനാട്ടിലേക്ക് പിന്നെയും വന്നു അക്കാഡമിയിലേക്ക്. അപ്പോഴും ദീപ്തി മിസ്സും ജസ്റ്റിൻ സാറും ആയിരുന്നു കോച്ച്. അങ്ങനെ അവിടെ തന്നെ ഇപ്പൊ ഡിഗ്രി വരെ ഫുൾ കണ്ടിന്യൂ ചെയ്തു അക്കാഡമി ഇയർ എല്ലാം. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേറ്റ് കളിക്കാനും അണ്ടർ 16 കഴിഞ്ഞു 19-ലെ പെർഫോമൻസ് കണ്ട് സീനിയറിലേക്കും വിളിച്ചിട്ടുണ്ടായിരുന്നു. സീനിയർ കാറ്റഗറി കളിച്ചു. പിന്നെ ഇപ്പം 2 വർഷം മുന്നേ ഈ വർഷവും കഴിഞ്ഞ ലാസ്റ്റ് 2 ഇയേഴ്സും ഞാൻ അണ്ടർ 23 സ്റ്റേറ്റും കളിച്ചു. സീനിയറും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. +1 +2 ചെയ്തത് വയനാട്ടിലാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഇവിടെ കൃഷ്ണഗിരിയിൽ വെച്ചായിരുന്നു അല്ലെ പ്രാക്ടീസ് ഒക്കെ നടന്നിരുന്നത്? അതെ അതെ. അപ്പൊ എങ്ങനെയാണ് വയനാട്ടിലെ ഇപ്പൊ ഉള്ള ഈ കായിക മേഖലയിലേക്ക് വരുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിലെല്ലാം പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ വയനാട്ടിൽ ഇപ്പോ ആയിട്ടുണ്ടോ? എന്താ നിത്യക്ക് പറയാനുള്ളത്? ആയിട്ടുണ്ട്. ഓരോ വർഷം കൂടുമ്പോഴും ഓരോ ഫെസിലിറ്റീസ് കൂടുകയാണ്. ഇവിടെ ഇപ്പം നമുക്ക് ആദ്യമൊന്നും കിട്ടുന്ന പോലെ അത്ര ഗ്രൗണ്ട് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഫുള്ള് എന്താ പറയാ, എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ മിന്നേച്ചി, സജനേച്ചി, ജോഷി ഇതെല്ലാരും തന്നെ ഇപ്പൊ കളിച്ച് കേറിയല്ലോ. അപ്പം അതും നമ്മള് വയനാട്ടിൽ തന്നെയാണ് കേറുന്നത്. അപ്പം ഇവിടെയുള്ള ആൾക്കാരാണെങ്കിലും സപ്പോർട്ട് സ്റ്റാഫ് ആണെങ്കിലും മച്ചാൻ സാറും അനീസ് സാറും എല്ലാരും തന്നെ ഇവിടെ ഭയങ്കര നമ്മളെ സഹായിക്കുന്നുണ്ട്. ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പം യൂസ്ഫുൾ ആണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നതിലും. ഇവരെ സപ്പോർട്ട് കാരണം നമുക്ക് ഭയങ്കര ഹെൽപ്പാണ്. കേരള ടീമിന് വേണ്ടിയിട്ടൊക്കെ കളിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നിത്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു ഇന്ത്യൻ ജേഴ്സി, ഇപ്പൊ നേരത്തെ പറഞ്ഞു മിന്നുമണിയെ പോലെയും സജന സജീവനെ പോലെയും ഒക്കെ ആണോ ലക്ഷ്യം വെക്കുന്നത്? അതെ അതെ, ഓഫ് കോഴ്സ് നമുക്ക് ഇന്ത്യ കളിക്കണം എന്നുള്ള ഒരു എയിം തന്നെയാണ്. പിന്നെ WPL ഉണ്ട്. പിന്നെ നമ്മള് സീനിയർ കേരള സീനിയർ ടീമിലെ മെയിൻ പ്ലെയർ ആയിട്ട് മാറണം. അങ്ങനെ ഓരോ ഇതുണ്ട്, ഡ്രീം ഉണ്ട്. അതിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ് ഈ നിത്യ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദിവസവും പ്രാക്ടീസ് ഒക്കെ ഉണ്ടോ? പ്രാക്ടീസ് ഉണ്ട്. അപ്പം ഞാനിവിടെ വയനാട് തന്നെയാണ് പ്രാക്ടീസിനൊക്കെ പോവല്. പിന്നെ ഓരോ അക്കാഡമി ഉണ്ട്. ശശി സാറ്, ദീപ്തി മിസ് ഇവിടെ തന്നെ വയനാട് തന്നെ എല്ലാരും ഉണ്ട്. അപ്പം ഇങ്ങനെ ഇവിടെ തന്നെയാണ് പ്രാക്ടീസിന് പോവല്. പിന്നെ ഫുൾ മാച്ചസ് വരും. ഇപ്പൊ എവിടെയാണ് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നത്? ഇപ്പൊ ഞാന് വയനാട്ടിലും പോവും, തൃശ്ശൂർ ട്രൈഡന്റ് അക്കാഡമിയിലും പോവും.
ഇപ്പോ നിത്യ നേരത്തെ പറഞ്ഞു സാമ്പത്തികമായ പരിമിതികൾ ഒരുപാട് ഉണ്ടായിരുന്നു, വീട്ടുകാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അപ്പോ ഇങ്ങനെ വീട്ടുകാരുടെ ഒരു സഹായം ലഭിക്കാത്ത കുട്ടികൾക്കും ഇപ്പോ കായിക മേഖലയിൽ മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യം വയനാട്ടിലുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? വയനാട്ടിൽ നല്ലപോലെ തോന്നുന്നുണ്ട്. കാരണം ഇപ്പൊ ഇവിടെ അക്കാഡമി ഉണ്ട്. അപ്പൊ നമ്മൾ അക്കാഡമി പോവാണെങ്കിൽ തന്നെ നമുക്ക് ചെലവെല്ലാം അവര് തന്നെ എടുക്കുകയും ചെയ്യും. നമ്മള് അങ്ങനെ തന്നെ പിന്നെ കളിച്ച് വരുമ്പോഴത്തേക്കും നമുക്കിപ്പം ഇപ്പൊ സ്റ്റേറ്റിലെ മാച്ച് ഫീസ് ഒക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഫീൽഡിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് സെൽഫായിട്ട് തന്നെ നമുക്കൊരു എന്താ പറയാ ഒരു ഇൻകം കിട്ടും. പിന്നെ നമ്മൾ അതിനനുസരിച്ച് ബോൾഡ് ആവും, അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ സ്റ്റേറ്റ് കളിച്ച് എനിക്ക് മാച്ച് ഫീ കിട്ടുന്ന ഓരോ കാര്യങ്ങളും പൈസ കിട്ടുമ്പോഴത്തേക്കും എനിക്ക് എന്റെ കാര്യം നോക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു പ്രായത്തില്. അപ്പൊ വീട്ടുകാരെ സഹായിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം പണ്ടത്തെ ഇപ്പത്തെയും വെച്ച് നോക്കുമ്പോ ഭയങ്കര ഒരു ചേഞ്ച് ആണ്. അപ്പൊ എന്താണ് നിത്യയെ പോലുള്ള കായിക രംഗത്തേക്ക് വയനാട്ടിൽ നിന്ന് വരാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളോട് നിത്യക്ക് പറയാനുള്ളത് എന്താണ്? ഞാൻ അവരുടെ അടുത്ത് ക്രിക്കറ്റിലേക്ക് വരണം എന്ന് തന്നെയാ പറയുന്നേ. ഇപ്പം വെച്ച് നോക്കുമ്പോ വിമൻസ് ക്രിക്കറ്റിന് ഭയങ്കര സപ്പോർട്ടാണ്. അതിനനുസരിച്ച് ഇപ്പൊ ഉയർന്നു വരുന്നുണ്ട്. അപ്പം വരണം എല്ലാരും, അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത്. കളിക്കണം എന്നൊക്കെ തന്നെയാണ്. അപ്പൊ ഒരുപാട് സന്തോഷം നിത്യ, റേഡിയോ മാറ്റിലിക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റിവെച്ചതിൽ തിരക്കിലാണെന്നറിയാം. നിത്യക്ക് റേഡിയോ മാറ്റിലിയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. മുന്നോട്ടുള്ള കളികളിലെല്ലാം വിജയിച്ചു വരാൻ വേണ്ടി കഴിയട്ടെ, വയനാടിന്റെ പേര് വാനോളം ഉയർത്താൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. ഒപ്പം റേഡിയോ മാറ്റിലിയുടെ ഈസ്റ്റർ ആശംസകൾ കൂടെ അറിയിക്കുന്നു. ഹാപ്പി ഈസ്റ്റർ ഓൾ. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന അണ്ടർ 23 ഏകദിന ക്രിക്കറ്റിൽ കേരളത്തിന്റെ രക്ഷകയായി മാറിയ ഈ വയനാടൻ താരത്തിന്റെ യാത്ര വരും തലമുറയിലെ ഒട്ടേറെ പെൺകുട്ടികൾക്ക് വെളിച്ചമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിത്യയ്ക്ക് ഇന്ത്യൻ ജേഴ്സിയിൽ തിളങ്ങാനും നമ്മുടെ നാടിന്റെ കീർത്തി ഇനിയും ഉയർത്താനും സാധിക്കട്ടെ. പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ശ്രോതാക്കൾ കേട്ടത് ക്രീസിലെ പെൺകരുത്ത്, ഒരു വയനാടൻ പോരാട്ടത്തിന്റെ വിജയകഥ. കേരള ക്രിക്കറ്റിലെ അഭിമാന താരം നിത്യ ലൂർദുമായുള്ള അഭിമുഖം. നിർവഹണം പ്രജിഷ രാജേഷ്.